രാവിലെ മതിൽ ചാടി വന്നേക്കാണ് വയണയില വിൽക്കാൻ. രണ്ടണ്ട വയണയില വിൽക്കാൻ വന്നേക്കും മതിൽ ചാടി. എൻ്റെ അമ്മയ്ക്ക് ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു വയണയിലക്കകത്ത്. വയണയപ്പം ഭയങ്കര പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വയണയില വെച്ച് കൊണ്ടുപോകാം. വയണയില അല്ലെങ്കിൽ തെരളി ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ അപ്പുറത്തെ രവിമാമൻ്റെ വയണമരമാണ് കേട്ടോ. വയണയില കിട്ടി, നമുക്ക് പോയി തെരളി ഉണ്ടാക്കാം. തിരിച്ച് ഞാൻ മതിൽ ചാടേണ്ടി വരുമല്ലോ ഭഗവാനെ, പിന്നല്ലാതെ ഇങ്ങോട്ട് മതിൽ ചാടിയാൽ പിന്നെ അങ്ങോട്ടും ചാടണ്ടേ? ചാടണം ഉറപ്പായിട്ടും. മതിലാണേ കുട്ടികളെ. അറിയാൻ വയ്യ. വയണയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ മാവ് ഇതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ അങ്ങ് തിന്നാറാണ് കൂടുതലും പതിവ്. അമ്മച്ചി ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങളാരും ഇത് എന്നെ പോലെ തിന്നാറുണ്ടോ? ഞാൻ ഇത് കൂടുതലും തിന്ന് തീർക്കും. ഉണ്ടാക്കാൻ നേരത്തൊന്നും കാണത്തില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്, ആ മാവിന്റെ പകുതി കൂടുതൽ ഞാൻ അവിടെ നിന്ന് പച്ചക്കങ്ങ് തിന്നും. അതേസമയം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്റെ തുമ്പൂസാണ് വന്നത് എടുത്ത് കഴിക്കുന്നത് കേട്ടാ. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ എത്ര പോത്തുപോലെ വളർന്നാലും നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് കേട്ടാ. അമ്മ ഈ മാവ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്, ഇത് നമ്മൾ ചക്കപ്പഴം അരച്ചിട്ട് നെയ്യും അതുപോലെ ശർക്കരയും ചേർത്ത് ഇതുപോലെ കിണ്ടി ഫ്രീസറിൽ വെച്ചേക്കും. ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ ഗോതമ്പൊടി, അരിപ്പൊടി, ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ കിണ്ടി വെച്ചേക്കുന്ന കൂടെ ചേർത്തിട്ട് മാവ് അതിന്റെ നമ്മൾ ഈ തെരളി ഉണ്ടാക്കുന്ന മാവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇലക്കകത്ത് ഇതുപോലെ ആക്കി വെച്ചു. അപ്പൊ നമ്മുടെ തെരളി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഇന്റർലോക്കിന്റെ ജോലിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർ കൂടെ കൊടുത്തിട്ട് നമ്മളും കഴിച്ച് അടിപൊളി തെരളിയായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണേ. വേറെ വീഡിയോ